ഹലോ മക്കളെ, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? ഷനൂബ് സാറാണ്. എടാ, SSLC ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, എടാ ഏതാണത്? ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. എടാ, ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് മാഷി ചോദ്യം വരിക? പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും. എടാ, അതിന്റെ ക്ലിയർ കട്ട് ഇൻഫോർമേഷൻ ആണ് തരുന്നത്. നോക്കി വെച്ചോ, 4 മാർക്കിന് ഒരു മാർക്കിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 100% ഷുവർ ആണത്. അതേപോലെ 2 മാർക്കിന്റെ ഒരു ചോദ്യമോ അല്ലെങ്കിൽ 1 മാർക്കിന്റെ 2 ചോദ്യമോ ഉണ്ടായിരിക്കും. എടാ, ഇതിൽ മാപ്പിൽ 100% വരുമെന്ന് ഉറപ്പുള്ള 3 കാലാവസ്ഥ മേഖലകളേ ഉള്ളൂ. ഒന്ന് സാവന്നയാണ്, രണ്ടാമത് ഹോട്ട് ഡെസേർട്ട് അഥവാ ഉഷ്ണ മരുഭൂമികളാണ്, മൂന്നാമത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അഥവാ മിതോഷ്ണ പുൽമേടുകളാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിന്റെ ഒരു വീഡിയോ മാഷ് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. നേരെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ഷൻ അടക്കം ട്രിക്സ് അടക്കം ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് അടയാളപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. സോ ആ ഒരു 10-15 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ 4 മാർക്ക് ഷുവറാ മക്കളെ, മിസ്സാവുകയില്ല. പ്രെഡിക്റ്റഡ് വീഡിയോ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്, മക്കളെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്പായ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കി വെച്ചോടാ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ചോദ്യം വരാം. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ മാഷ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കി വെച്ചോടാ. പിഗ്മികൾ എന്ന് പറയുന്നത് ഇക്വേറ്റോറിയൽ റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെ കാണപ്പെടുന്നത്. മസായി എന്ന് പറയുന്നത് സാവന്നയിലാണ്. അതേപോലെ തന്നെ ബുഷ്മൻ എന്ന് പറയുന്നത് ഹോട്ട് ഡെസേർട്ട് അഥവാ കലഹാരി ഉഷ്ണമരുഭൂമിയിലാണ് കാണപ്പെടുന്നത്. മനസ്സിലാക്കി വെക്കുക. എസ്കിമോസും ലാപ്പാസും നമുക്കറിയാം തുണ്ട്ര റീജിയനിൽ വിശദമായിട്ട് പഠിക്കുന്ന ആളുകളാണ്. ഓക്കെ, ഇനി മക്കൾ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. സാവന്ന കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ പ്രസ്താവന ഇതാണ്: ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ബിറ്റ്വീൻ 10 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അർദ്ധഗോളങ്ങളിലും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങളിലായിട്ട് കാണപ്പെടുന്നു. ഇത് ശരിയാണോ? ശരിയാണ്, റൈറ്റ് ആൻസർ ആണ്. മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്, ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിന്റർ ആർ എക്സ്പീരിയൻസ്ഡ്. എന്ന് വെച്ചാൽ എന്താ? വരണ്ട വേനലും ആർദ്ര ശൈത്യവും അനുഭവപ്പെടുന്നു. ഇത് ശരിയാണോ? തെറ്റാണ്. കാരണം എന്താ? ഡ്രൈ നമുക്കറിയാം മെഡിറ്ററേനിയൻ ആണ് അല്ലെ. മൂന്നാമത്തെ എന്താ? ഡെസിഡിയസ് ട്രീസും ഉണ്ട്, ടോൾ ഗ്രാസസും ഉണ്ട്. ഈ ഡെസിഡിയസ് ട്രീസും ടോൾ ഗ്രാസസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലപൊഴിയും കാടുകളും അതേപോലെ തന്നെ പുല്ലുവർഗ്ഗങ്ങളും കാണപ്പെടുന്നത് സാവന്നയിലാണ്. അതേപോലെ തന്നെ മക്കളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്. ഇത് എവിടെയുള്ളത്? മെഡിറ്ററേനിയനിലാണ് അല്ലേ. അപ്പോൾ മക്കളെ ഇത് രണ്ടും മെഡിറ്ററേനിയൻ. അപ്പോൾ എന്താണ്? ബിയും ഡിയും തെറ്റാടാ. എ ആൻഡ് സി ആണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതെങ്ങനെ മാഷ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടാവില്ലേ? നമ്മൾ മുന്നേ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കണക്ട് ചെയ്തുകൊണ്ടൊരു പാഠം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ലൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയമുള്ള ആളുകൾ എന്ത് ചെയ്യുക? അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിരിക്കും. പാട്ടിലൂടെ പഠിക്കുന്ന കണക്ഷൻ ഒക്കെ ഉണ്ട് അതിൽ കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെലക്ട് ദ സ്യൂട്ടബിൾ ഐറ്റം ഫ്രം കോളം ബി ഫോർ ദ ഗിവൺ കോളം എ. മക്കളെ ശ്രദ്ധിക്കുക, എ കോളത്തിൽ നൽകിയിട്ടവ ബിയിലേക്ക് അനുയോജ്യമായവ ശരിയായവ ചേർക്കുക എന്നുള്ള സംഭവമാണ് ഇവിടെ തരുന്നത്. എന്ന് വെച്ചാൽ എ കോളത്തിൽ എന്താണ്? ഹോട്ട് ഡെസേർട്ട് അഥവാ ഉഷ്ണമരുഭൂമികളാണ്. ഇതിൽ നിന്നും ശരിയായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലാനോസ് ഗ്രാസസ് ആർ ഫൗണ്ട്. ലാനോസ് എന്ന് പറയുന്ന പുൽമേടുകൾ കാണപ്പെടുന്നു. ശരിയാണോ? അല്ല, അത് ടെമ്പറേറ്റ് ആണ്. എന്ന് വെച്ചാൽ മിതോഷ്ണ പുൽമേടുകളാണ്. മക്കളെ ശ്രദ്ധിക്കുക, റിസീവ് ആൻ ആനുവൽ റെയിൻഫാൾ 50 സെൻറ്റിമീറ്റർ ടു 70 സെൻറ്റിമീറ്റർ. 50 മുതൽ 70 സെൻറ്റിമീറ്റർ മഴ മരുഭൂമിയിൽ ഉണ്ടാവോ? ഇല്ല, ലെസ് ദാൻ 25 25 സെൻറ്റിമീറ്റർ താഴെയാണ്. പാട്ടിലൂടെ പഠിച്ചതാണ്. മൂന്നാമത്തെ എന്താ? ആവറേജ് ആനുവൽ റെയിൻഫാൾ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചാൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശരാശരി വാർഷിക താപനില ഉള്ളത്. ശരിയാണ്, പാട്ടിൽ നമ്മൾ പഠിച്ചതാണ്. നാലാമത്തെ എന്താ? ലൊക്കേറ്റഡ് മോസ്റ്റ്ലി അലോങ് ദ വെസ്റ്റേൺ മാർജിൻസ്. പടിഞ്ഞാറൻ ഭാഗത്താണ് കാണപ്പെടുന്നത്. പാട്ടിലൂടെ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് രണ്ടുമാണ് ശരിയെന്ന് കിട്ടിയല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക? അവിടെ കൊടുക്കുക. എന്താണ്? സിയും ഡിയും ശരി. അപ്പോൾ മക്കൾ നോക്കിക്കോടാ, സിയും ഡിയും ശരി കിട്ടിയല്ലോ. വളരെ സിമ്പിളാണ്. അത് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൈറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂത്ത് ഓർ ഫാൾസ്. മക്കളെ ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ കണ്ടെത്തുക. മക്കളെ എന്താ പ്രസ്താവന ഒന്നെന്ന് പറയുന്നത്? എന്താണ്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ബിലോങ് ടു ട്രോപ്പിക്കൽ റീജിയൻ. എടാ, ഇത് മൺസൂണും സാവനയും കാണപ്പെടുന്നത് എവിടെ വെച്ചാൽ ഉഷ്ണമേഖലയിലാണ്. ശരിയാണ്. രണ്ടാമത്തെ എന്താ? തുണ്ട്ര റീജിയണും അതേപോലെ തന്നെ ടൈഗയും ഫ്രിജിഡ് സോൺ അഥവാ ശൈത്യ മേഖലയിലാണ് കാണപ്പെടുന്നത്. അതും ശരിയല്ലേ? ഏറ്റവും മുകളിലാണല്ലോ കാണപ്പെടുന്നത്. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. മക്കളെ നോക്കിക്കോ, എന്താണ്? ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മെഡിറ്ററേനിയൻ. ഇമ്പോർട്ടൻറ്റ് മക്കളെ, മെഡിറ്ററേനിയനെ കുറിച്ചിട്ടൊരു ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. എന്താണ് ചോദിച്ചത്? ബേസ്ഡ് ഓൺ ദ പോയിന്റ്. ഈ 2 പോയിന്റുകളെ കുറിച്ച് 2 മാർക്കിന് ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ മക്കളെ വളരെ ക്രിസ്പായിട്ട് ചെയ്ത നാച്ചുറൽ വെജിറ്റേറിയൻ സസ്യജാലങ്ങളെ കുറിച്ചിട്ടും ഹ്യൂമൻ ആക്ടിവിറ്റി മനുഷ്യപ്രവർത്തനങ്ങളെ കുറിച്ചും ചോദിക്കും. കാരണം ഇവിടുത്തെ
ക്ലൈമാറ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഇതിന്റെ മോഡലിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ മോഡലിൽ ചോദിച്ചൊരു ഉത്തരമാണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ഇവിടെ ചോദിച്ച ചോദ്യം വെജിറ്റേഷൻ ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. ടാൾ ഗ്രാസസ് സച്ച് ആസ് ഓക്ക് ആൻഡ് സിക്കോയ, എവർഗ്രീൻ കോണിഫേഴ്സ് സച്ച് ആസ് പൈൻ, ഫിർ, സ്പ്രൂസ്. ഓക്കെ, ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളായിട്ടുള്ള ഓക്ക് സിക്കോയയും ഉണ്ട്. നിത്യഹരിത സ്തൂപിക വൃക്ഷങ്ങളായിട്ടുള്ള പൈന് ഫിറും ഇവിടെ കാണപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. എന്നാൽ ഹ്യൂമൻ ആക്ടിവിറ്റി മനുഷ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കി വെച്ചോ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ കൾട്ടിവേറ്റഡ്, പഴവും പച്ചക്കറിയും കൃഷി ചെയ്യുന്നു. അതേപോലെ എന്താണുള്ളത്? വൈൻ പ്രൊഡക്ഷന്, യെസ്, വൈൻ ഉൽപ്പാദനം നടത്തുന്നു. മൂന്നാമത് എന്താണ്? സിട്രസ് ഫ്രൂട്ട്സിന്റെ എക്സ്പോർട്ടേഷൻ, നാരക ഫലങ്ങൾ എന്ത് ചെയ്യുന്നു? കയറ്റുമതി ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ്. സെപ്പറേറ്റ് ഇത് മാത്രം എന്ത് ചെയ്യാനുണ്ട്? ചോദിക്കാനും സാധ്യതയുണ്ട്. നോക്കി വെച്ചോ. അടുത്തൊരു ചോദ്യം എന്താ? ഇതേപോലത്തെ ലെവൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നോക്കി വെച്ചോ. ദ ജനറലി ഹൈ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ഇന്റീരിയസ് ഇൻ ദിസ് റീജിയൻ, ഡിസ്ക്രൈബ് ദ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഗ്രാസ് ലാൻഡ് റീജിയൻ. മക്കൾ ഒന്നുമല്ല, ഉൾപ്രദേശങ്ങളിൽ പൊതുവെ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന കാലാവസ്ഥാ മേഖലയുണ്ട്. ആ പുൽമേടുകളിലുള്ള കാലാവസ്ഥാ മേഖലയുടെ സവിശേഷത, പുൽമേടാന്ന് കിട്ടി, ഉൾപ്രദേശങ്ങൾ ചൂടാന്ന് കിട്ടി. ആരാന്ന് മനസ്സിലാക്കി വെക്കണം. അതാണെന്ന് പറയുന്നത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതോഷ്ണ പുൽമേടുകൾ എന്ന് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക. സെറ്റാണല്ലോ. അപ്പോൾ എന്താണ് ഇതിന്റെ കാലാവസ്ഥ സവിശേഷതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് സമ്മർ ആൻഡ് ലോങ് വിന്റർ ആർ എക്സ്പീരിയൻസ്ഡ്. ചുരുങ്ങിയ വേനലും അതേപോലെ ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്നു. അടുത്തെന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, സമ്മർ ടെമ്പറേച്ചർ വെരി ഹൈ ഇൻ ഇന്റീരിയേഴ്സ്, വേനൽക്കാല താപനില ഉൾപ്രദേശങ്ങളിൽ എന്താണ്? കൂടുതലാണ്. മക്കളെ വിന്റർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 മുതൽ 13 ഡിഗ്രി വരെയാണ് മനസ്സിലാക്കി വെക്കുക. ആനുവൽ റെയിൻഫാൾ, വാർഷിക മഴ എന്ന് പറയുന്നതോ 25 മുതൽ 60 സെന്റിമീറ്റർ വരെയാണ്. സെറ്റല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി ചോദ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യും നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. മക്കളെ സെറ്റാക്കി വെച്ചു. ഇന്ന് പ്രിഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവരും രാത്രി 7 എന്ത് ചെയ്യുക? ലൈവിലേക്ക് വരാം. ഓക്കെ, ബൈ.